നമുക്ക് നമ്മുടെ മൊബൈലിൽ നിന്നും ഒരു ഓഫീസ് ആവശ്യത്തിനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഒന്നിൽ കൂടുതൽ ഒരുപാട് ആൾക്കാർക്ക് ഒന്നിച്ച് വാട്സപ്പ് അല്ല SMS സാധാരണ ടെക്സ്റ്റ് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാരെ കോൺടാക്റ്റ് നമ്മൾ സേവ് ചെയ്ത് വെക്കണം അതല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എക്സലിൽ നമുക്ക് അത്രയും ആൾക്കാരുടെ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇവിടെ പറയുന്നത്. ഇത് ഉദാഹരണത്തിന് ഞാനൊരു 100 മൊബൈൽ നമ്പർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 101 ലൈൻ കാണിക്കുന്നത് ഒന്നാമത്തെ ടൈറ്റിലാണ്. നമ്മൾക്കറിയാം നമ്മൾ മൊബൈലിൽ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്ന വിൻഡോ എടുത്തു കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യേണ്ട അടുത്ത് നമുക്ക് കോമ ഇട്ടിട്ട് ഒന്നിലധികം നമ്പറുകൾ ടൈപ്പ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ നമ്പർ മുഴുവൻ കോമ ഇട്ടിട്ട് നമുക്കൊരു ടെക്സ്റ്റായിട്ട് കിട്ടിയാൽ മതി. അതിനുവേണ്ടി എക്സലിലൊരു ഫംഗ്ഷനാണ് ഈക്വൽ ടു ക്ലിക്ക് ചെയ്യുക, ഒരു ആൻഡ് സൈൻ, പിന്നെ ഒരു ഡബിൾ കോട്ട് കോമ, ഡബിൾ കോട്ട് ക്ലോസ്, എൻ്റർ അടിക്കുക. കോമ വന്നു, ഈ നമ്പറിൻ്റെ ഇപ്പുറം കോമ വന്നു. ഇനി അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം താഴത്തേക്ക് പേസ്റ്റായി. ഈ പേസ്റ്റായ ശേഷം നമ്മളിതിനെ കോപ്പി എടുക്കുന്നു. കോപ്പി ചെയ്ത് ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി പോയി. ഇനി നമ്മൾ അതിനെ ഒരു നോട്ട് പാഡിലേക്ക് ഇടണം. കാരണം എന്ന് പറഞ്ഞാൽ നോട്ട് പാഡ് ഞാൻ ക്ലിയർ ചെയ്യാം. നോട്ട് പാഡിലേക്ക് ഇതിനെ നമ്മൾ കോപ്പി ചെയ്ത് ഇതിനെ നോട്ട് പാഡിലേക്ക് ഇടണം. നോട്ട് പാഡിലേക്ക് ഇടുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് അതില്ലെങ്കിൽ ഫോർമാറ്റിംഗ് ഇങ്ങനെയുള്ള എല്ലാ സാധനവും നോട്ട് പാഡിൽ ഇടുമ്പോൾ പോകും. ജസ്റ്റ് ടെക്സ്റ്റ് മാത്രമേ കിട്ടൂ. കാരണം നോട്ട് പാഡിന് ഉൾക്കൊള്ളാവുന്ന പിന്നെ ക്യാരക്ടറും നമ്പറും മാത്രമാണ്. അതല്ലാതെ മറ്റുള്ള ഫോർമാറ്റിങ്ങൊന്നും അതിന് കീപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിലെല്ലാം അങ്ങ് പോകും. അതിനുശേഷം ലാസ്റ്റത്തെ ലൈനിൽ നമുക്ക് കോമ ആവശ്യമില്ല. ഇനി ഇതിനെ അങ്ങനെ തന്നെ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തിട്ട് നമ്മളെ മൊബൈലിലേക്ക് വാട്സപ്പ് അയച്ചിട്ടോ എങ്ങനെയെങ്കിലും വാട്സപ്പിലേക്ക് മൊബൈലിലേക്ക് എത്തിച്ച ശേഷം അല്ലെങ്കിൽ ഇമെയിൽ അയച്ചിട്ട് ഇമെയിൽ ആക്സെപ്റ്റ് ചെയ്തിട്ടോ എങ്ങനെയെങ്കിലും നമ്മളെ മൊബൈലിലേക്ക് എത്തിയ ശേഷം ഈ മൊത്തം ടെക്സ്റ്റ് നമ്മൾക്ക് എടുത്തിട്ട് നമ്മളെ മൊബൈലിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനുള്ള നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള അടുത്തേക്ക് പേസ്റ്റ് ചെയ്യാം. പക്ഷേ ഓരോ ലൈനിലായിട്ടാണ് ഇവിടെ നമ്പർ വന്നിട്ടുള്ളത്. ചില ഫോണുകൾ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെയുള്ള ഫോണുകളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇതിനെ ഇവിടെ നിന്നും ഈ ടെക്സ്റ്റ് പാഡിൽ കോപ്പി ചെയ്തെടുത്ത് വീണ്ടും കോപ്പി ചെയ്ത് ഒരു വേർഡിലേക്ക് ഇടുക, വേർഡിലേക്ക് പേസ്റ്റ് ചെയ്യുക. നമുക്കറിയാം ഇവിടെ ഓരോ ലൈൻ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ഫോർമാറ്റിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ സ്ഥലത്തും ഓരോ എൻ്റർ ഉള്ളതുകൊണ്ടാണ് ഓരോ ലൈനായിട്ടുള്ളത്. ഇത് എൻ്റർ കീൻ്റെ ഇത് കാണിക്കുന്നതാണ്. അത് നമ്മൾ Ctrl+F അടിക്കുക. അതൊക്കെ നമുക്ക് ഫൈൻഡ് ചെയ്തിട്ട് കളയണം. ശേഷം സ്പെഷ്യൽ അടിക്കുക. സ്പെഷ്യൽ ഫൈൻഡിങ്ങിൽ പാരഗ്രാഫ് മാർക്കാണ് നമ്മളെ കണ്ട സാധനം. ഇനി റീപ്ലേസ് ഒന്നും വേണ്ട, റീപ്ലേസ് ഓൾ ഓക്കെ അടിക്കുക. ഇപ്പം നമുക്കതൊക്കെ ഒരു ടെക്സ്റ്റിലേക്കായിട്ട് കിട്ടി. ശേഷം ഇതിനെ കോപ്പി ചെയ്യാം. ഇതിന് കോപ്പി ചെയ്ത ശേഷം നമുക്കത് വാട്സപ്പ് നമ്മൾക്ക് മൊബൈലിൽ നിന്ന് വാട്സപ്പ് അതല്ലെങ്കിൽ ഞാനൊരു ഇപ്പോൾ തൽക്കാലം ഇമെയിലിലേക്ക് പേസ്റ്റ് ചെയ്യാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ ഇമെയിലിലേക്ക് അയക്കുന്നു. ഇനി ഇതിവിടെ നിന്ന് അയച്ച ശേഷം പിന്നീട് ഞാൻ ഓപ്പൺ ആക്കുന്നത് എൻ്റെ മൊബൈലിലാണ്. ശേഷം ഞാൻ എൻ്റെ മൊബൈലിൽ ഇമെയിൽ ഓപ്പൺ ആക്കുകയാണ്. കാരണം ഞാൻ എൻ്റെ ഇമെയിലിലേക്കാണ് അയച്ചിട്ടുള്ളത് ആ ടെക്സ്റ്റ്. ആ നമ്പർ മുഴുവൻ കോമ ഇട്ടിട്ടുള്ള ടെക്സ്റ്റ് ഞാൻ കോപ്പി ചെയ്യുന്നു ഇവിടുന്ന്. ഇത് കോപ്പി ചെയ്ത ശേഷം സെലക്ട് ഓൾ അടിച്ച് കോപ്പി ചെയ്ത് അതിനെ ഞാൻ എൻ്റെ മൊബൈലിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്ന നമ്പറുകൾ ടൈപ്പ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പേസ്റ്റ് ചെയ്യണം. മെസ്സേജ് എടുക്കുക, ന്യൂ മെസ്സേജ് ക്ലിക്ക് ചെയ്യുക. ടു നമ്പറിൻ്റെ അടുത്ത് അത് പേസ്റ്റ് ചെയ്യുന്നു. അത് മുഴുവൻ അവിടെ ടൈപ്പായി വരും. നമുക്കിങ്ങനെ എക്സലിൽ നിന്ന് മാറ്റാൻ പറ്റുന്നില്ലെങ്കിലും മാനുവലി ഇങ്ങനെ അടിക്കാൻ പറ്റും, ഇങ്ങനെ അടിച്ചാൽ മതി. മാനുവലി ഇങ്ങനെ അടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് എക്സൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി എന്താണോ മെസ്സേജ് ആ മെസ്സേജ് അയക്കുക. ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് മെസ്സേജ് 160 ക്യാരക്ടേഴ്സാണ് അലൗഡ്. 161 ആയാൽ ഒരാൾക്ക് തന്നെ പോകുന്നൊരു മെസ്സേജ് 2 മെസ്സേജായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ നമുക്ക് ഡെയിലി 100 നമ്മൾ ലിമിറ്റ്. ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ 160 ടെക്സ്റ്റ് മെസ്സേജ് ക്യാരക്ടർ ആയിരിക്കണം മാക്സിമം. അപ്പോൾ ഇനി ഇത് നമുക്കിത് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഇപ്പം ഞാനിവിടെ സെൻഡ് അടിക്കുന്നില്ല. സെൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100 ആൾക്കും മെസ്സേജ് പോകും. കഴിയുന്നത് അതായത് ഒരു ദിവസം 100 മെസ്സേജാണ് നമ്മൾക്ക് അയക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾക്കൊരു 100 ആൾക്ക് തന്നെ അയക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ 160ൻ്റെ ഉള്ളിൽ ലിമിറ്റ് ചെയ്യണം ടെക്സ്റ്റ് 160ൻ്റെ ഉള്ളിൽ ലിമിറ്റ് ചെയ്യാൻ എണ്ണുണ്ട്. നമ്മൾ ഓരോ ക്യാരക്ടർ എണ്ണുണ്ട്. നമ്മൾ വേർഡ് ഓപ്പൺ ആക്കിയിട്ട് ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. വേർഡ് ഓപ്പൺ ആക്കിയ ശേഷം വേർഡിൽ
നമ്മളിവിടെ വേർഡിൻ്റെ റിവ്യൂ എടുക്കുക, വേർഡ് കൗണ്ട് എടുക്കുക. വേർഡ് കൗണ്ട് അടിച്ചാൽ നമുക്കിവിടെ ക്യാരക്ടേഴ്സ് വിത്തൗട്ട് സ്പേസ്, വിത്ത് സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ 40 ആയിട്ടുള്ളൂ. ഇവിടെ 160 ആണോ എന്ന് നോക്കുക. 160 ആണെങ്കിൽ നമുക്ക് ക്യാരക്ടർ നിലയിലൊക്കെ വരും. 1-2 ഉദാഹരണത്തിന് ചുരുക്കണം എന്നുണ്ടെങ്കിൽ ക്യാരക്ടർ എന്നുള്ളത് നമ്മൾക്കൊരു ഒഴിവാക്കിയാൽ മനസ്സിലാവും. ആൻഡ് എന്നുള്ളത് 3 അക്ഷരമാണുള്ളത്, അത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ അത് കുറയും. ഡിസീസിൽ IS അങ്ങനെയൊക്കെ ഇങ്ങനെ ഏതെങ്കിലും പിന്നെ വായിച്ചാൽ ആൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ടെക്സ്റ്റ് ഷോർട്ട് ചെയ്തിട്ട് 160 ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഇനി വേറൊന്ന് ആൻഡ്രോയിഡിൽ അയക്കാനുള്ള വേറൊരു സൈറ്റാണിത്, web.airdroid.com. ആദ്യം ഈ എയർഡ്രോയിഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഈ web.airdroid.com എന്നടിക്കുക. എന്നിട്ട് ബാർകോഡ് വരും. ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം. ഈ സൈറ്റ് നേരത്തെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടാണ്. ഇവിടെ ഒരു ബാർകോഡ് വരും. ആ എയർഡ്രോയിഡ് എന്ന് പറയുന്ന ആൻഡ്രോയിഡിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ബാർകോഡ് റീഡർ ഉണ്ട്. ആ ബാർകോഡ് റീഡർ ഓൺ ആക്കിക്കൊണ്ട് QR കോഡ് ഉണ്ട്. ഈ QR കോഡ് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണക്റ്റ് ആവും, ഈ സൈറ്റ് കണക്റ്റ് ആവും. സൈറ്റ് കണക്റ്റ് ആയ ശേഷം നമുക്ക് വരുന്നത് ഒരു ടെക്സ്റ്റ് വിൻഡോ ആണ് വരിക. ടെക്സ്റ്റ് മെസ്സേജ് അയക്കാനുള്ളൊരു വിൻഡോ വരും. ആ വിൻഡോ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പോലെ ഇവിടെ കാണാം. ഇവിടെ ഇപ്പോൾ സൈൻ ചെയ്യാത്തത് കൊണ്ടാണ്. സൈൻ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ പോലെ ടെക്സ്റ്റ് മെസ്സേജ് അയക്കേണ്ട ഒരു വിൻഡോ വരും. ആ വിൻഡോയിൽ നമുക്ക് നേരിട്ട് കമ്പ്യൂട്ടറിൽ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് കമ്പ്യൂട്ടറിൽ നിന്ന് അയക്കാം. പക്ഷേ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം ഐഫോണും ആൻഡ്രോയിഡ് ഫോണും തമ്മിൽ വെച്ച് നോക്കുമ്പോൾ ഐഫോൺ വിത്തിൻ സെക്കൻഡ്സ് 100 മെസ്സേജ് അയക്കും. കാരണം ലാസ്റ്റ് നമ്പർ ഞാൻ പൊതുവെ എൻ്റെ നമ്പർ തന്നെ വെക്കും. എങ്കിൽ നമ്മൾക്ക് കൺഫേം ചെയ്യാമല്ലോ, നമ്മൾക്ക് കിട്ടുന്നുണ്ടെന്ന്, ലാസ്റ്റ് ആൾക്കും കിട്ടുന്നുണ്ടെന്നില്ല, അതിന് വേണ്ടിയിട്ട്. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം ആൻഡ്രോയിഡും ഐഫോണും തമ്മിൽ വെച്ച് നോക്കുമ്പം ഐഫോൺ വിത്തിൻ സെക്കൻഡ്സ് 100 മെസ്സേജസ് അയക്കും. അതേസമയം ആൻഡ്രോയിഡ് ഫോണ് പൊതുവെ എല്ലാ ഫോണും ചെക്ക് ചെയ്തിട്ടില്ല, ഒരുപാട് ഫോൺ ചെക്ക് ചെയ്തതിലൊക്കെ സ്ലോ ആണ്. ചില ഫോണ് മെമ്മറി ഫുൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ സ്ലോ ആയി നിൽക്കും, ഓൺ ടൈം സെൻഡ് ആകുന്നില്ല. അങ്ങനെയാണെങ്കിലും പുതിയ നല്ല മെമ്മറി ഉള്ള കപ്പാസിറ്റി ഉള്ള ഫോണാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ സെൻഡ് ആകുന്നുണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.